ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ അടുത്തതായി റിലീസ് ആകാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തതായിട്ട് രജനീകാന്തിന്റെ റിലീസിന് എത്തുന്ന ചിത്രം ജയിലർ 2 ആണ്. ചിത്രത്തിന്റെ ചിത്രീകരണം അവസാനിച്ചിട്ടില്ല, ഒരു ഷെഡ്യൂളും കൂടി ഉണ്ട്. ആ ഷെഡ്യൂളിലാണ് ഷാറൂഖ് ഖാൻ എത്തുന്നത്. ചിത്രം മാർച്ചിലാണ് ആ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമേ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുള്ളൂ. എന്നാലും ഏകദേശം കണക്ക് വെച്ച് നോക്കുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസത്തിൽ ഏതോ ഒരു മാസമായിരിക്കും ജയിലർ 2 തിയേറ്ററിലെത്തുന്നത്. മിക്കവാറും ജൂൺ അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും ജയിലർ 2 തിയേറ്ററിലെത്തുന്നത്. ജയിലർ 2ന് ശേഷം രജനീകാന്തിന്റെ തിയേറ്ററിലെത്തുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു ഹിന്ദി ചിത്രമാണ്. പക്ഷെ അത് ഇപ്പോൾ ചിത്രീകരിച്ചതല്ല, 1987 ആ സമയത്ത് റിലീസ് ആവേണ്ടിരുന്ന ഒരു ചിത്രമാണ്. ഹം മേൻ ഷഹൻഷാ കോൻ എന്ന ചിത്രമാണ്. അപ്പൊ അന്ന് പ്രൊഡ്യൂസർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അന്ന് റിലീസ് ആയില്ലായിരുന്നു. അപ്പോൾ ഈ ഹിന്ദി ചിത്രം ഈ വർഷം റിലീസ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എത്തുന്നത് റീ റിലീസാണ്. കൊച്ചടയാനാണ്. ചിത്രം ഓൾറെഡി റിലീസ് ആയതായിരുന്നു. അപ്പോൾ അതിന്റെ ഇത്തവണ അന്ന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അനിമേഷൻ ചിത്രമായാണ് ചിത്രം എത്തിയത്, ഫുൾ ലെങ്ത് അനിമേഷൻ ചിത്രം. അപ്പോൾ ഇത്തവണ അതിനകത്ത് കുറച്ച് AI ടെക്നോളജിയും കൂടി യൂസ് ചെയ്തിട്ട് റീ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ചടയാന് ശേഷം റിലീസ് ആകാൻ പോകുന്ന ചിത്രം എന്ന് പറയുന്നത് തലൈവർ 173 ആണ്. രജനീകാന്തിന്റെ 173ാമത്തെ ചിത്രമാണ്. സിബി ചക്രവർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ചിത്രം നിർമ്മിക്കുന്നത് കമലഹാസനാണ്. അപ്പോൾ ചിത്രത്തിന്റെ ചിത്രീകരണം ഏപ്രിൽ 2nd വീക്ക് തുടങ്ങുമെന്ന് ഡയറക്ടർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ചിത്രം റിലീസ് ആവുന്നത് 2027 പൊങ്കലിനാണ്. അതായത് 2027 ജനുവരി 2nd വീക്കിലാണ് പൊങ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ 2027 ആദ്യത്തെ പടം തന്നെ, വലിയ പടം തന്നെ റിലീസ് ആവുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെയാണ്. തലൈവർ 173 ആണ്. AHRK റീയൂണിയൻ ആണ്. രജനീകാന്തും കമലഹാസനും ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രം. നെൽസന്റെ സംവിധാനത്തിൽ അനിരുദ്ധിന്റെ സംഗീതത്തിലും എത്തുന്ന ചിത്രം. ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോ ഇപ്പൊ എല്ലാവരും കണ്ടു കാണും. അതാണ് ഇപ്പൊ നിലവിൽ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചിത്രമാണ് രജനീകാന്തിന്റെ 174ാമത്തെ ചിത്രം, കമലഹാസനുമായി ഒന്നിക്കുന്ന ചിത്രം. അതിനുശേഷം വരുന്ന രജനീകാന്തിന്റെ 175ാമത്തെ ചിത്രത്തിന്റെയും ആദ്യഘട്ട ചർച്ച ആരംഭിച്ചു എന്നാണ് കേൾക്കുന്നത്. അറ്റ്ലി ആയിരിക്കും മിക്കവാറും ആ ചിത്രത്തിന്റെ സംവിധാനം ചെയ്യാൻ സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അടുത്തായി രജനീകാന്ത് ഇറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ ഇതൊക്കെയാണ്: ജയിലർ 2, ഹം മേൻ ഷഹൻഷാ കോൻ, കൊച്ചടയാൻ റീ റിലീസ് ആവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് AI ടെക്നോളജി കൂടി ഉപയോഗിച്ച്. അതിനുശേഷം തലൈവർ 173 ടൈറ്റിൽ ഇട്ടിട്ടില്ല. അതിന്റെ സംവിധാനം സിബി ചക്രവർത്തിയാണ്. അതിനുശേഷം രജനിയും കമലും ഒന്നിക്കുന്ന ചിത്രം നെൽസനാണ് സംവിധാനം ചെയ്യുന്നത്. തലൈവർ 175ന്റെ സംവിധായകൻ അറ്റ്ലി ആവാൻ സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അടുത്ത രജനീകാന്ത് ചിത്രങ്ങൾ. അപ്പം നമ്മുടെ ചാനലിൽ ദിവസവും ഇതുപോലെ സിനിമ അപ്ഡേറ്റും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതുപോലെ സിനിമ റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ.